പിയ സുനിൽ, അമേരിക്കയുടെ സാന്നിധ്യം തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ് മീറ്റാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അക്കാര്യങ്ങൾ പറയേണ്ടത് ഡിഫൻസ് മിനിസ്ട്രി അല്ല, അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയാണ് അക്കാര്യം സൂചിപ്പിക്കേണ്ടത്. അത് പൂർണ്ണമായും തള്ളുകയാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഒരു ഒത്തുതീർപ്പായിരുന്നില്ല. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശക്തമായ പ്രഹരമേറ്റതിനു ശേഷം, ഇന്ത്യയുടെ കരുത്തറിഞ്ഞതിനു ശേഷം ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് ഇങ്ങനെ വെടിനിർത്തലിനു വേണ്ടി DG വിളിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്നത്തെ പ്രസ് മീറ്റിലൂടെ അമേരിക്കയുടെ മീഡിയേഷൻ തള്ളുകയാണോ സൈന്യം? അരുൺ, എന്തായാലും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാകാം. അതേസമയം ഇന്ത്യ വെടിനിർത്തൽ ധാരണയ്ക്ക് തീരുമാനം എടുത്തത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന അംഗീകരിച്ചുകൊണ്ടാണ്. പാകിസ്ഥാൻ DGMO ആണ് ഇന്ത്യൻ DGMOയെ ഹോട്ട്ലൈൻ വഴി ബന്ധപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ വേണം എന്ന ഒരു അഭ്യർത്ഥന പാകിസ്ഥാൻ മുന്നോട്ട് വെച്ചു. അത് ഇന്ത്യ അംഗീകരിക്കുകയായിരുന്നു. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത് ഒരു രാത്രി നീണ്ട ചർച്ചകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും ഉടൻ വെടിനിർത്തലിന് അംഗീകരിച്ചിരിക്കുന്നു, എല്ലാവർക്കും അഭിനന്ദനം എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യത്തെ എക്സിലെ പോസ്റ്റ് വന്നത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു പോസ്റ്റ് തന്നെയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടേതായും പുറത്തു വന്നത്. തൊട്ടു പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ പ്രഖ്യാപനം നടത്തുന്നത്. ഏതായാലും ഇന്ത്യ വളരെ കൃത്യമായി തന്നെ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഈ ഒരു വെടിനിർത്തൽ ധാരണയിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന അംഗീകരിച്ചാണ് ഇന്ത്യ ഈ വെടിനിർത്തൽ ധാരണ തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കുന്നത്. ഒരു കാര്യം കൂടി ഇന്ത്യ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വലിയ പ്രഹരശേഷിയിലായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്ന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസുമായി നടത്തിയ സംഭാഷണത്തിനിടയിലാണ് ഇന്ത്യയുടെ ഈ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായി പാകിസ്ഥാന് ശക്തമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ ധാരണ ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇന്ന് സേനകൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി DGMO അടക്കമുള്ളവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാന്റെ പ്രകോപനത്തിന് വളരെ ശക്തമായി തന്നെ തിരിച്ചടി നൽകാനുള്ള അനുമതി 3 സേനകൾക്കും അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ സേനകളെല്ലാം തയ്യാറായി തന്നെ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ആവർത്തിച്ചാൽ ശക്തമായി തിരിച്ചടിക്കും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് DGMOമാരുടെ യോഗം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ഈ DGMOമാർ ചൂണ്ടിക്കാണിച്ചത് ഈ വെടിനിർത്തൽ ധാരണ ഉണ്ടായതിനു ശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനമാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനം വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യം നാളെ നടക്കുന്ന DGMO തല ചർച്ചയിൽ ശക്തമായി ഉന്നയിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനിമേലിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ആവർത്തിച്ചാൽ അതിശക്തമായിരിക്കും പ്രഹരം എന്നുകൂടി പാകിസ്ഥാനെ അറിയിക്കും. ഓക്കെ, താങ്ക് യു. പിയ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ശക്തമായ താക്കീതുമായിട്ടാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിൻ്റെ പ്രസ് ബ്രീഫിംഗ് അവസാനിച്ചത്.